കോൺടാക്ട് ലെൻസ് പർച്ചേസ് ചെയ്യുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം? ആദ്യമായി നിങ്ങളുടെ ഒപ്റ്റോമെട്രിസ്റ്റിനെ കൺസൾട്ട് ചെയ്ത് ഒരു റീസെന്റ് ഐ ചെക്കപ്പ് ചെയ്യുക. ഇതിനുശേഷം ഈ ഒരു സ്പെക്ടക്കിൾ പ്രിസ്ക്രിപ്ഷന്റെ കൺവേർട്ടഡ് ആയിട്ടുള്ള കോൺടാക്ട് ലെൻസ് പ്രിസ്ക്രിപ്ഷൻ കളക്ട് ചെയ്യുക. നിങ്ങൾ ഡെയിലി കോൺടാക്ട് ലെൻസ് യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരാളാണെങ്കിൽ മന്ത്ലി ഡിസ്പോസിബിൾ ആയിരിക്കും നിങ്ങൾക്ക് കുറച്ചും കൂടി അഫോർഡബിൾ ആയിട്ട് വരിക. ഡെയിലി ഡിസ്പോസിബിൾ യൂസ് ചെയ്യുന്നവർ ഒക്കേഷണൽ വെയറേഴ്സ് ആയിരിക്കും കൂടുതൽ ബെറ്റർ. നിങ്ങൾ മന്ത്ലി ഡിസ്പോസിബിൾ യൂസ് ചെയ്യുമ്പോൾ പാക്ക് ഓപ്പൺ ചെയ്ത് 30 ഡേയ്സിനുള്ളിൽ ആ ഒരു ഇൻഡിവിജ്വൽ ലെൻസിന്റെ എക്സ്പയറി ഡേറ്റ് തീരുന്നതായിരിക്കും. സോ അതിനുശേഷം അത് ഉപയോഗിക്കാൻ പാടില്ല. നിങ്ങൾ ഉപയോഗിച്ചാലും ഇല്ലെങ്കിലും 30 ഡേയ്സിനുള്ളിൽ അത് ഡിസ്പോസ് ചെയ്യേണ്ടതാണ്. ഈവനിങ് യൂസേജിന് ശേഷം ലെൻസ് കേസിൽ സൊല്യൂഷൻ വെച്ച് അത് ക്ലോസ് ചെയ്ത് വെക്കേണ്ടതാണ്. നെക്സ്റ്റ് ഡേ നിങ്ങൾക്കത് വീണ്ടും ക്ലീൻ ചെയ്ത് യൂസ് ചെയ്യാം. ഡെയിലി ഡിസ്പോസിബിൾ ആകുമ്പോൾ എൻഡ് ഓഫ് ദ ഡേ നിങ്ങൾക്ക് അത് ഡിസ്പോസ് ചെയ്യണം. ഇനി കോൺടാക്ട് ലെൻസിന്റെ മെറ്റീരിയലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സിലിക്കോൺ ഹൈഡ്രജൽ കോൺടാക്ട് ലെൻസ് ആയിരിക്കും കുറച്ചും കൂടി ഹെൽത്തി ആയിട്ട് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ UV ബ്ലോക്കേജ് ഉള്ളത് കുറച്ചും കൂടി ഒരു ആഡഡ് അഡ്വാൻറ്റേജ് ആയിരിക്കും. വാട്ടർ കണ്ടന്റ് അധികം ഉണ്ടെങ്കിൽ നിങ്ങളുടെ കണ്ണിനെ അത് കൂടുതൽ ഡ്രൈ ആക്കാനുള്ള ചാൻസസ് ഉണ്ട്. ഇനി യൂസേജ് ഓഫ് അവേഴ്സ് പറയുകയാണെങ്കിൽ ഓരോ പർട്ടിക്കുലർ ബ്രാൻഡ് സജസ്റ്റ് ചെയ്യുന്ന അവേഴ്സ് യൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി ഹെൽത്തി. അതിൽ കൂടുതൽ യൂസ് ചെയ്താൽ ഇച്ചിങ്, ഇറിറ്റേഷൻ, റെഡ്നസ് അങ്ങനെയെല്ലാം വരാനുള്ള chances ഉണ്ടാവും. Last but not the least, don't sleep with your contact lens.